കുറേ നല്ല നല്ല വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളടുത്തുണ്ടാവുക, അതേപോലെ തന്നെ എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ ഫാമിലീസ് എല്ലാവരും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർ, അതായത് ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവർ അടുത്തുണ്ടാവുക എന്ന് പറയുന്നത്, നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത്, അവിടേക്ക് പോകുക എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഓൾറെഡി മോള് ഇവിടെ ഉണ്ട്, മോളുണ്ട്, ഐറിസൊക്കെ ഉള്ള ആ ഒരു സന്തോഷം അതിൻ്റെ ഒപ്പം തന്നെ അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എന്താ പറയുക, അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇന്നലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് തുത്ത് വരും. തുത്ത് വന്നിട്ട് തുത്ത് എന്ന് പറയുന്നത് അനിയത്തിയാണ്. അപ്പോൾ അവൾ വരും, അവളും മക്കളൊക്കെ വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ മഞ്ചേരി പോവും. രാത്രി ചെറുതായിട്ടൊന്നൊരു കറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു എൻ്റെ കുറച്ച് സന്തോഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടെന്ന്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും എന്താ ഇപ്പം ഇത്ര സന്തോഷം എന്ന് പറയാൻ വിചാരിക്കും. എനിക്ക് എന്താ പറയുക, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം ഇന്നും മഞ്ചേരിക്ക് പോകണമെന്ന് മാത്രമേ അറിയുള്ളൂ. ഒരു പുറത്ത് കറങ്ങാൻ പോകുന്നുള്ളതൊന്നും ഞങ്ങൾ അങ്ങനെ സെറ്റാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം രാവിലെ എഴുന്നേറ്റു. ഞാൻ ഇന്ന് വെയിറ്റ് നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾ വെയിറ്റ് നോക്കുന്നത് വെയിറ്റ് മെഷീനുള്ള റൂമിലാണ് ഐറൂസും മോളും കിടക്കുന്നത് കേട്ടോ. പിന്നെ അവരെ ഉണർത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. കാരണം എപ്പോഴാണ് അവർ ഉറങ്ങുന്നത്, ഒരു മണി 2 മണിയൊക്കെ ആവും ഉറങ്ങാൻ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, അപ്പോൾ ഇനി ഒരു 10-11 മണിയൊക്കെ ആവും എണീക്കാൻ ഐറൂസ്. അപ്പോൾ അവനെ എഴുന്നേൽക്കുന്നവരെ മോളും ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാനും അവരെ ഉണർത്താനൊന്നും നിന്നിട്ടില്ല കേട്ടോ. 2-3 ദിവസമായിട്ട് അവന് ചുമയും കുറച്ച് എന്താ പറയുക, മൂക്കടപ്പൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി ഉറങ്ങാത്തത് കൊണ്ട് മോളും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഉണർത്താനും ഇതൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ വെയിറ്റിൻ്റെ കാര്യമൊക്കെ എന്താണ് അറിയില്ല. ഇന്നലെയൊക്കെ അത്യാവശ്യം ചോക്ലേറ്റ് എന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് തന്നെ ഒരു വാക്കുണ്ടായിരുന്നു അല്ലേ, നോക്കും എന്നും വെയിറ്റ് നോക്കും ഞാൻ, കൂടിയാലും റിസൾട്ട് കാണിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇന്ന് ഇതുകൊണ്ടാണ് കേട്ടോ, മോളുവിനെ ഉണർത്തണ്ടല്ലോ. ഐറൂസിനെ ഉണർന്നാൽ പിന്നെ നമ്മുടെ ഒരു പരിപാടികളും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഉണർത്താഞ്ഞത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞും നേരെ രാവിലെ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അരച്ചിട്ട പത്തിരിയാണ് കേട്ടോ. ഞാൻ ചാക്കേരി വെള്ളത്തിട്ട് മിനിയാന്ന് ചാക്കേരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഉപ്പുമാവും തക്കാളിക്കറിയൊക്കെയാണ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ചാക്കരി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി തന്നെയാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നേരെ വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് എന്താ പറയുക, അത് അങ്ങനെ ഓട്ടപാത്രത്തിൽ അങ്ങനെ ഊറ്റി വെച്ച ശേഷം കാബിളി കടലയാണ് കറിയൊക്കെ ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്ത് കുക്കറിലും അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ പല്ല് തേക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നത്. കാരണം നമ്മുടെ ഈ ചാക്കരി എന്ന് പറയുന്നത് അത് നല്ലോണം വെള്ളം ഊറണമല്ലോ. അതിൽ വെള്ളം ഉണ്ടായാൽ ആ പൊടിഞ്ഞ് കിട്ടാൻ പണിയായിരിക്കും. അപ്പോൾ ഞാൻ അത് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളം ഊറി കഴിഞ്ഞോട്ട് എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അത് അങ്ങനെ വെച്ചിട്ടാണ് എൻ്റെ പല്ല് തേക്കുക. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കടല ഓൾറെഡി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരി കുതിർന്ന് എന്താ പറയുക, വെള്ളമൊക്കെ ഇല്ലാതെ നല്ല റെഡിയായി നിന്നിട്ടുണ്ട്. പിന്നെ വേഗം അത് പൊടിച്ചെടുത്ത് അതിലേക്ക് മിക്സിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയിട്ട് പൊടിച്ചെടുക്കുക ചെയ്യാറ് കേട്ടോ. അരക്കാറല്ല, എൻ്റെ അമ്മയൊക്കെ അരക്കലാണ്, വെള്ളം വാർന്നിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ പൊടിച്ചിട്ട് പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയിട്ടു. പിന്നെ കുറച്ച് നല്ല ജീരകല്ലേ, ചെറിയ ജീരകം അതിട്ട് ചീരുള്ളിയൊക്കെ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടോ. ഇവിടെ മക്കൾക്ക് പിന്നെ ചീരുള്ളി ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല, ചെറിയ ഉള്ളി ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം എന്താ പറയുക, അതും ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ തിളപ്പിച്ച വെള്ളം അതിലേക്ക് പാർന്ന് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി ജസ്റ്റ് അവിടെ ഒരു 5 മിനിറ്റ് മൂടി വെക്കൂട്ടോ. പിന്നെ അത് നമ്മൾ അത്യാവശ്യം ആ ഒരു പൊടിയൊക്കെ നല്ലൊരു സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. പിന്നെ അതായത് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ പച്ചവെള്ളമല്ല, അതിലൊന്ന് കയ്യിൽ നനച്ചിട്ട് ഇങ്ങനെ തൊട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ പെട്ടെന്ന് പരന്ന് കിട്ടും കേട്ടോ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും അറിയുന്നവരായിരിക്കും. പിന്നെ എൻ്റെ മക്കളെ പോലെയുള്ള എൻ്റെ മോള് പറയും, ഇമ്മച്ചി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുകയാണെങ്കിൽ എന്തായാലും റെസിപ്പി പറഞ്ഞു കേട്ടോ, എനിക്കും അറിയാലോ, എനിക്കും പഠിക്കാമല്ലോ എന്ന് അവളെപ്പോഴും പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ പോലെയുള്ള മക്കളുണ്ടാവും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. അല്ലാതെ അപ്പോൾ എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ എല്ലാം അറിയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു ടിപ്സുകളൊക്കെ അവർക്ക് ഉപകാരമായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വലിയ കുക്ക് ചെയ്യുന്ന ആളുമല്ല, കുക്ക് ചെയ്യുന്ന ഇഷ്ടമുള്ള ആളുമല്ല. പക്ഷെ ഉണ്ടാക്കുന്നത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സംഭവത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇത് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണമല്ലോ അതൊക്കെ ചെയ്യാൻ. അപ്പോൾ അതിങ്ങനെ വെള്ളം കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ നമുക്ക് നൈസായിട്ട് പരത്തി കിട്ടും. എന്നിട്ട് വെളിച്ചെണ്ണയിലാണിത് ചുട്ടെടുക്കാൻ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. നമ്മളത് പരത്തിയിട്ട് ഒന്ന് അടച്ച് വെച്ച് പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് തുറന്നിട്ട് പിന്നെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചാൽ മതി. കുറേ നേരം നമ്മൾ ഒരു ഭാഗം തന്നെ കുറേ നേരം ഇങ്ങനെ വേവിച്ച് കരിയാതെ നോക്കണം കേട്ടോ. നമ്മൾ അപ്പുറം സൈഡിലേക്ക് മറിച്ചിടുക, ജസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് പരട്ടി കൊടുക്കുക, പിന്നെയും ജസ്റ്റ് ഇപ്പുറത്ത് കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങോട്ട് മറിച്ചിടുക. അങ്ങനെ മറിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മുരിച്ചിലും ഉള്ളുമൊക്കെ വെന്ത് കരിയാതെ, അതായത് അടിവശവും മുകൾ വശവും ഒന്നും കരിയാതെ ഉള്ളൊക്കെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ചൂടോട് കൂടി കഴിക്കുന്നതാണ് ടേസ്റ്റും. അപ്പം എന്താ പറയുക, ഞാനത് ഉണ്ടാക്കി വെക്കില്ല. ഞാൻ ആവശ്യമുള്ള അപ്പോൾ ഇതുമൂന്നും നീനൂനും കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ അവൾ ഇതുമൂനെ കൊണ്ടാക്കാൻ പോയതിന് ശേഷമാണ് ഹസ്ബൻഡിനെ ഉണ്ടാക്കുക. വന്ന് കഴിക്കാൻ നേരം ചൂടോട് കൂടി ഇങ്ങനെ കറുമുറ കഴിക്കുക. ഇതിലേക്ക് എന്താ പറയുക, കടലക്കറിയാണ് ഇന്ന് കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാവുക. നല്ല ടൊമാറ്റോ കറിയും അല്ലെങ്കിൽ നല്ല ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പം ഇങ്ങനെ എന്താ പറയുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പക്ഷേ ഇപ്പോൾ നമ്മളതൊന്നുമല്ല, നമ്മൾ എഗ്ഗാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതുമുനി ഞാൻ സ്കൂളിലേക്ക് കൊടുത്തയച്ചത് എന്താ വെച്ചാൽ ലേശം അരിപ്പൊടി എടുത്തിട്ട് കലക്കിയിട്ട് നമ്മൾ ആ കലക്കി പറഞ്ഞത് ദോശയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇനി അവിടുത്തെ സ്കൂളിലെത്തുമ്പോഴേക്കും ഇനി ചിലപ്പോൾ ഉറപ്പ് കൂടി അവൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് അവൾക്ക് കലക്കി പറഞ്ഞ അപ്പം ചുട്ടെടുത്തു. അപ്പോൾ ഐറൂസിനും 2.5 ചുട്ടിട്ടു. കാരണം അവനും ഇത് കഴിക്കാൻ കഴിയില്ലല്ലോ. അവന് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കുറച്ച് അവന് കൊടുക്കാൻ തുടങ്ങിയത്. കാരണം ശീലമാവണമല്ലോ, മക്കൾ വലുതായി വരില്ലേ. അപ്പം എന്താ പറയുക, നമ്മൾ കഴിക്കുന്നതൊക്കെ അവർ കഴിപ്പിച്ച് പോരാത്തതിനായി ഞാൻ ഇതിപ്പോൾ അധികം ഇപ്പോൾ അവർക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. എന്നാലും കുറേശ്ശെ കൊടുത്ത് ശീലമാക്കുക. പിന്നെ പോരാത്തതിന് അവരുടേതായിട്ടുള്ള ഫുഡ് ഉണ്ടല്ലോ, കഞ്ഞി, അതേപോലെ തന്നെ കുന്നമ്മായ്ക്കൻ പൊടി, അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് എന്താ വെച്ചാൽ അവർക്ക് ശീലമായി വരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അപ്പോൾ രാവിലെ കൊടുക്കും. പുട്ട്, പത്തിരിയൊക്കെ അവന് കൊടുക്കും. ഞാൻ മോളൂനോട് പറയും അതൊക്കെ കൊടുത്ത് കുറേശ്ശെ കൊടുത്ത് ശീലമാക്കണം. എന്നാലേ നമ്മൾ ആ ഒരു 1-1.5 വയസ്സൊക്കെ ആവും. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അവരൊക്കെ കഴിച്ച് ശീലമായിക്കോട്ടെ. ശരിക്കും 1 വയസ്സാകുമ്പോൾ മക്കളൊക്കെ കഴിച്ച് ശീലമാവണം. ബീഫും മുട്ടയൊക്കെ കഴിച്ച് ശീലമാവണം എന്നാണ് പറയാറ്. പക്ഷേ ഇപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെ എന്താ പറയുക, അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ ഇതുമ്പോൾ പോയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം ഞാൻ എന്താ കഴിച്ചത് വെച്ചാൽ 4-5 ബദാം എടുത്തു, 2 ഈത്തപ്പഴമാണ് കേട്ടോ എടുത്തത്. രാവിലെ എന്താ അറിയില്ല, മുട്ട കഴിക്കാനൊരു ചെറിയൊരു മടി. അപ്പോൾ ഞാൻ മുട്ട എടുത്തിട്ടില്ല, ഈ ബദാമും ഇന്ന് കഴിച്ചിട്ടോ. അതിന് ശേഷം ഞാൻ വേഗം റൈസ് ഓൾറെഡി ഞാൻ വേഗം അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഐറൂസ് ഉണ്ടാകുമ്പോൾ ഞാൻ വേഗം അവനെ ഉണരുന്ന വരെ പണികൾ വേഗം തീർന്നോട്ടെ എന്ന് കരുതി അങ്ങനെ വേഗം പണി തീർക്കട്ടോ. അപ്പോൾ ചോറ് മോളുള്ളതുകൊണ്ട് ഞാൻ നാടൻ ചോറ് തന്നെ വേഗം വെച്ചു. സാധാ ചോറിന് അത് അങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പത്തിരി റെഡി ആയപ്പോൾ തന്നെ ഞാൻ അവിടെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ഉപ്പേരി എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ 2 സൈസ് ഇതാ പയറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കോവയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഏതെങ്കിലും ഒന്ന് വെക്കാമല്ലോ എന്ന് കരുതി വിചാരിച്ചു. പക്ഷേ പിന്നെ മോളൂന് ഇഷ്ടമാണ്, വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരുതി 2 വെക്കാൻ വേണ്ടത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതി 2 കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അതൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും ഐറൂസ് എഴുന്നേറ്റ് വന്നിട്ടോ. ഐറൂസ് എഴുന്നേറ്റാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത അവന് റെഡിയാക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കാറിട്ട്. അവന് വേഗം ഫുഡ് കൊടുക്കണം. പിന്നെ മോളൂന് വിശന്നിട്ടാണ് എഴുന്നേൽക്കുന്നത്. സമയം അപ്പോൾ പിന്നെ ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അവർ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ സൗണ്ട് എന്താ പറയുക, ഭയങ്കര വേദന എടുത്തുകൊണ്ടൊക്കെ അതുണ്ട്. കാരണം ഇന്നലെ രാത്രി ഉറക്കം വെച്ച് സംസാരിച്ച് ഞാനും ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുക. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ രാവിലെ എന്നിട്ട് വോയിസ് കൊടുക്കണത് കേട്ടോ. സൗണ്ടൊന്നും ഇല്ല. സത്യം പറയാം ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റാണ്. അപ്പോൾ തൊണ്ടക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഐറൂസിന് ഞാൻ എന്ത് ചെയ്യാം, പിന്നെ അപ്പം ദോശ കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. മോളൂന് വേഗം ഓക്ക് ചായ ഇവിടെ വന്ന് ചായ കിട്ടണം. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വെച്ചു. അവൾക്ക് അപ്പം ഈ അരച്ചിട്ടത് ഇത്തിരിയാണ് മോളൂന് കൊടുത്തത് കേട്ടോ. ഐറൂസിന് ഞാൻ ആ കലക്കി പറഞ്ഞ ദോശ ഉണ്ടായിരുന്നു, അതും ചായയൊക്കെ കൊടുത്തു. അവന് പിന്നെ എന്താ നന്നായിട്ട് ഒന്ന് മേലെ കഴുകിയെടുത്തു. ചെറുതായിട്ട് ചുമൻ്റെ മരുന്നൊക്കെ കൊടുക്കാനുണ്ട്, അതൊക്കെ കൊടുത്തു. എന്താ പറയുക, മേലൊക്കെ കഴുകി കുട്ടപ്പനാക്കി. പിന്നെ കുറച്ച് നേരം അവൻ്റെ പിന്നാലെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിലുള്ള കാര്യങ്ങളൊന്നും നോക്കൂല. കാരണം എനിക്ക് അവനുണ്ടാകുമ്പോൾ അവനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ മക്കൾ നോക്കില്ലേ, അവർ നോക്കില്ലേ, ഇവർ നോക്കില്ലേ ഒക്കെ കമൻറ്റ് വരാറുണ്ട്. പക്ഷേ ചെറിയ മക്കളെന്ന് വെച്ചാൽ നമ്മൾക്കൊരു അധികം ഇഷ്ടം. പിന്നെ
പേരക്കുട്ടികളെന്ന് പറയുമ്പോൾ അത് ഇരട്ടി ഇരട്ടി ഇഷ്ടമുള്ള മക്കളാണ്. അപ്പോൾ അവർ വരുന്ന ടൈമിൽ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. ആ സമയം ഞാൻ അവനെടുത്ത് ഇങ്ങനെ പണികളെടുക്കും. അവനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വേഗം എൻ്റെ പണികൾ തീർക്കും, അവൻ ഉറങ്ങുമ്പോൾ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം മോളൂന് ചായ ഉണ്ടാക്കണത്, ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സർക്കസാണ് ഈ കാണുന്നത്. അങ്ങനെ അവനെ മുറ്റത്തൂടെയൊക്കെ കൊണ്ട് നടന്ന് ഫുഡൊക്കെ കൊടുത്ത് മേലെഴുകി ഏകദേശം ഒരു മണി ആവാറായിട്ടുണ്ട് കേട്ടോ. വീണ്ടും പിന്നെ അവന് ഉറങ്ങാൻ ഒരു ഉച്ച വരെ ഉറക്കത്തിൻ്റെ ഒരു സംഭവം, ഒരു 3 മണി വരെയൊക്കെ. 3 മണി കഴിഞ്ഞാലാണ് പിന്നെ അവന് ഉറക്കേ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുട്ടിക്ക് എന്താ പറയുക, നട്ടപ്പാതിരാവണം ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ രാവിലെ മാത്രമാണ് കുറച്ച് ഉറക്കിൻ്റെ ഒരു അസ്കതയൊക്കെ അവനുള്ളൂ. അപ്പോൾ അവൻ ഉറങ്ങിയതിന് ശേഷം ഞാനിതാ ഇന്ന് ചോറ് മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പരിപ്പ് കറി വേണോ മോര് കറി വേണോ ചോദിച്ചപ്പോൾ മോര് കറി മതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ മോര് കറിയും പിന്നെ പയറുപ്പേരി, കോവക്കുപ്പേരി, പിന്നെ ചിക്കൻ വറുത്തത്, പപ്പടം പൊരിച്ചത്. പപ്പടം ഇന്നലെ മോള് വന്നപ്പോൾ എന്നെ കൊണ്ടുവന്നതാട്ടോ. ഇവിടെ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് എന്താ പറയുക പ്രഷർ ഉള്ളതുകൊണ്ട് പപ്പടം വാങ്ങില്ല കേട്ടോ, വാങ്ങാറില്ല. ഇന്നലെ മോളും ഹസ്ബൻഡ് പോകുന്നപ്പം വാങ്ങിയതാണ് കേട്ടത് പപ്പടം. അപ്പോൾ അതും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചോറ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചോറ് 2 വീതം ഉപ്പേരിയൊക്കെ, ഇവർക്ക് ഇങ്ങനെ വെജിറ്റബിൾ ഉപ്പേരികളൊക്കെ കാണുന്നത് മോളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ അവൾ കഴിച്ച് കഴിഞ്ഞ് ഇതാ നമ്മുടെ അടുക്കളയുടെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഇതാണ് കേട്ടോ. കാരണം നമ്മൾ ഐറിസ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഓരോ പണികൾ എടുക്കുമ്പോൾ അങ്ങനെ അതിനൊപ്പം തന്നെ വേഗം വേഗം പാത്രങ്ങൾ കഴുകും. ഇപ്പം ഐറിസ് ഉണ്ടാകുമ്പോൾ എനിക്കത് കഴിയില്ലല്ലോ. അപ്പോൾ ഞാനത് ചെയ്യില്ല. എല്ലാം കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങുമ്പോഴാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നപ്പോഴേക്കും തുത്ത് വന്നിട്ട്. തുത്ത് പറഞ്ഞാൽ അവളെ വൈകുന്നേരം മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടാണ് വരിക. അപ്പോഴേക്കും 4:30 ആകുമ്പോഴേക്കും ഞാൻ എത്തുമ്പോഴേക്കും റെഡിയായി നിന്നുകൊണ്ടിരുന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞില്ല. നമ്മൾ ഓരോരോ തിരക്കുകളും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ സമയം അങ്ങോട്ട് പോകണത് അറിയണില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക 4:20 ആയപ്പോഴേക്കും തന്നെ അവൾ വന്ന് ഞാൻ പാക്കിങ് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ ഒരു ദിവസമാണെങ്കിലും നമ്മൾക്ക് കൊണ്ടുപോകാൻ അർജൻറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടത്. അപ്പോഴാണ് അവൾ വന്നത്. മോളും അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കലും തിരക്ക്, എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക, അങ്ങോട്ട് വെക്കുക അങ്ങനെയുള്ള പണികളായിരുന്നു. അപ്പോൾ ഓള് ഞങ്ങളെ ചീത്ത കേട്ടോ, ഞാൻ 4 മണിയാകുമ്പോൾ വേറെ പറഞ്ഞിട്ടില്ലേ, മാറ്റി നിൽക്കാൻ പറഞ്ഞിട്ടില്ലേ, എന്താ റെഡി ആവാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അല്ലേ കാത്തുനിന്ന് വെയിറ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, മക്കൾക്കൊക്കെ പിന്നെ വരിക ഇവിടെ ഇതുമ്മും തുത്തുവിൻ്റെ മക്കളും എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റാണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഇതും ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതാട്ടോ ഇഷ്ടം. അവർ വന്ന് വേഗം അവരുടേതായിട്ടുള്ള കളിയും ഇതൊക്കെ ഇങ്ങനെ വന്നു. ഞാനും പിന്നെ തുത്തുമൊക്കെ വീഡിയോ എടുക്കാനും അങ്ങനെ നിന്നിട്ട് അവൾക്കുള്ള വ്ളോഗിലേക്കുള്ള വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട്. അവളിന്ന് പോരുമ്പോഴേ എന്താ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനും രാവിലത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവൾ വരുന്നതും ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ നേരം ഞങ്ങൾ പിന്നെ ഡ്രസ്സ് മാറ്റിനെ ആ ഒരു തിരക്കായി. മോളു തുത്തു ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ മോളൂന് അതേപോലത്തെ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എന്നാലും ഇന്ന് ജീൻസും ടീഷർട്ടാണ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിട്ടു. നീനുട്ടി അത് അവിടെ മാറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരും എവിടെ കണ്ണാടി ഉണ്ടായാലും റൂമിലൊക്കെ കണ്ണാടി ഉണ്ടായാലും ഈ ഒരു കണ്ണാടീൻ്റെ മുന്നിൽ നിന്നാണ് കേട്ടോ എല്ലാവരും മാറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് അടി കേട്ടോ. ഈ ഒരു ഭാഗത്ത് പിന്നെ എവിടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്ത് അടിയായിരിക്കും. ഈ ഒരു കണ്ണാട തന്നെ വേണം എല്ലാവർക്കും. അപ്പോൾ ഇവിടെയാണ് തിരക്കുകൾ കേട്ടോ. അങ്ങനെ അവർ എന്താ മേക്കപ്പ് ചെയ്യലും മാറ്റലും ഗെറ്റ് റെഡി വിത്ത് എടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കായപ്പോൾ പോകാനുള്ള തുത്തു തിരക്കുട്ടിയതല്ല, ഞങ്ങൾക്ക് 5 മണിയാകുമ്പോഴേക്കും മഞ്ചേരി എത്തണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ലേറ്റ് ആയാൽ പിന്നെ അവിടെ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഉമ്മയാണെങ്കിൽ നല്ല അവിടെ എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് ചായക്ക് നല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുത്തു. എനിക്ക് നേരം വൈകില്ലോ, എനിക്ക് എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അങ്ങനെ പിരി ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോന്ന് പറഞ്ഞ്. എന്തായാലും ഞാൻ മക്കൾക്ക് വേഗം അപ്പം റെയിനും ആര്യനൊക്കെ ജ്യൂസ് അടിച്ച് തരുമെന്ന് ഞാൻ വേഗം ജ്യൂസ് അടിക്കാനും ഇതിനൊക്കെയാണ് കിച്ചണിക്ക് പോയത് കേട്ടോ. അവർക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം, ഉമ്മച്ചി അതുണ്ടാക്കി തരും വെച്ച് പിന്നാലെ നടക്കൂട്ടോ. അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചണിക്ക് പോയത്. അപ്പോൾ ഇതാണ്ടോ ആര്യൻ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്, അവനിവിടെ വന്നാൽ ജ്യൂസ് കിട്ടണം. അപ്പോൾ ഞാൻ വേഗം ജ്യൂസ് അടിക്കാൻ വെച്ചിട്ട് അവർക്ക് മക്കൾക്ക് കൊടുത്തുവിടും. അപ്പോൾ തുത്തു പറഞ്ഞു മക്കൾക്ക് മാത്രം അവൾ കൊടുത്തിട്ടുള്ളൂ, എനിക്കൊന്നും തന്നില്ല പറഞ്ഞാണ്ട് കരയും. സത്യം പറഞ്ഞാൽ അവൾക്ക് ജ്യൂസ് അങ്ങനെ മക്കൾക്ക് അടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് കേട്ടോ അവൾ സ്ഥിരം പറയാറ്. അപ്പോൾ ഇന്ന് അവൾക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും
പിന്നെ ജ്യൂസ് അടിച്ചു എല്ലാവർക്കും കൊടുത്തിട്ട്. അപ്പോൾ തുത്തുവിന് എന്ന് പറഞ്ഞാൽ പിന്നെ മോളുവിനും വേണം, നീനുവിനും വേണം, എല്ലാവർക്കും വേണമല്ലോ. അങ്ങനെ 2 വട്ടാക്കിയിട്ട് എല്ലാവർക്കും ജ്യൂസ് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ റെഡി ആവാനും ഇതിനൊക്കെ ഐറൂസിനെ റെഡിയാക്കിയത്. ഐറൂസിന് നിക്കറും ഉപ്പായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവന് മൂക്കൊലിപ്പ് ഉള്ളതുകൊണ്ട് അവൻ്റെ മൂക്ക് എന്താ പറയുക ചുവന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. മൂക്കൊലിപ്പുള്ളതാണ് മുഖം എപ്പോഴും. നമ്മൾ മക്കൾക്ക് മൂക്കൊലിപ്പുണ്ടായാൽ പിന്നെ മുഖം എപ്പോഴും ഒരു പിന്നെ എന്താ പറയുക അതാണല്ലോ വൃത്തികേടായി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ട് ഉന്നൊക്കെ ഇങ്ങനെ നിൽക്കണമല്ലോ. അപ്പോൾ ഞാനും പിന്നെ അവനെയും കൊണ്ടായിട്ട് പോയി. അവർ മോള് മാറ്റിക്കോട്ടെ ഡ്രസ്സ് ചെയ്തോട്ടെ ചെയ്തും ഐറൂസിനെയും കൊണ്ട് ഞാനങ്ങോട്ട് റൂമിലേക്ക് പോയി ഐറൂനെയും മാറ്റി കൊടുത്തു. ഞാനും റെഡിയായി ഒക്കെ സെറ്റായി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 5 മണിയായിട്ടുണ്ട് കേട്ടോ. തുത്തുങ്ങ പറയുന്നുണ്ട് ഞാൻ 5 മണിയാകുമ്പോഴേക്കും മഞ്ചേരി എത്തണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ താത്താൻ്റെ പണിയാണിത്, ഈ താത്താൻ്റെ പണിയാണെന്ന് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യില്ല. കാരണം അവൾ പറഞ്ഞോട്ടെ എനിക്ക് മാറ്റി കഴിയണ്ടേ, അതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അവളങ്ങനെ വെറുതെ പറയാമെന്നുള്ളൂ, ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിത് 5 മണിക്ക് ഇറങ്ങി. പിന്നെ എന്താ പറയുക ഇറങ്ങിയിട്ട് കാര്യമില്ല, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി എന്താ വാതിൽ പൂട്ടി. നമ്മൾ എൻ്റെ ഹസ്ബൻഡ് ഇല്ല, ജോലിക്ക് പോയതാണ്. അപ്പോൾ വരുമ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനില്ല. എന്തെങ്കിലും ഫാൻ ഓഫാക്കാൻ മറക്കുക, ലൈറ്റ് ഓഫാക്കാൻ മറക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് വേണ്ടല്ലോ എന്ന് കരുതി ഞാനാകെ ഇങ്ങനെ വീട് മൊത്തം നടക്കട്ടോ. അതൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ മൊത്തം വീട്ടിൽ അവിടെ ഓഫാക്കാൻ മറന്നു, അവിടെ ഓഫാക്കാൻ മറന്നൊക്കെ നോക്കി സെറ്റായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ അതിലേറെ വലിയ ചർച്ച. പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഫോൺ എടുക്കാൻ മറന്ന് വീണ്ടും അകത്തേക്ക് കയറി. അങ്ങനെ തട്ടി മുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു പണി ഭയങ്കര പണിയാണ് കേട്ടോ. അങ്ങനെ 5 മണി 5:15 ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇമ്മ വിളിക്കണുണ്ട്. ഞാൻ എന്താ ഇപ്പോൾ ഇത് 5 മണിയാകുമ്പോഴേക്കും എത്താന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇമ്മ അങ്ങനെ വിളിക്കണുണ്ട് കേട്ടോ. എന്താ ഇപ്പോൾ ചെയ്യാം, നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാലേ കുറച്ചൊരു പണിയാണല്ലോ. അപ്പം എല്ലാ ഭാഗവും നമ്മൾ നോക്കണ്ടേ. പിന്നെ കുറച്ച് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അത് തോരടാനുണ്ടായിരുന്നു. ഏതായാലും എന്താ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്നാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നമ്മളിന്ന് പുറത്ത് പോയാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പം അപ്പോൾ തുത്തു പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാം, നമുക്കിന്ന് രാത്രി ഉമ്മാനോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട പുറത്തുനിന്ന് വാങ്ങാം ഫുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് വാങ്ങി നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ ആ പാത്രം കൂടി കഴുകാനാവണ്ടല്ലോ, നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കുകയാണെങ്കിൽ എന്താവും പാത്രം കഴുകണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാം, അതായത് നമ്മൾ വീട്ടിലെത്തിട്ട് എത്തിയിട്ട് നമുക്ക് ഉമ്മാനോടും കൂടി ചോദിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നുജൂമിന് അവനെത്തണമെങ്കിൽ രാത്രി 8 ആവും, 10 മണിയാവും. അപ്പോൾ വീട്ടിലേക്ക് തന്നെ ഓർഡർ ചെയ്താലോ എന്ന് ഞങ്ങൾ, കാരണം അവനില്ലല്ലോ, അവനും ഉണ്ടാകുമ്പോൾ രസമല്ലേ എന്ന് കരുതി. പിന്നെ ഞാനില്ല വീട്ടിൽ. അപ്പോൾ അങ്ങനെ കുറേ എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്നൊക്കെ കുറേ നേരം ആലോചിച്ചു. പിന്നെ വീട്ടിലെത്തി ഉമ്മാനോട് ചോദിച്ചപ്പോഴാണ് ഉമ്മ പറഞ്ഞത് അവിടെ വീട്ടിലെത്തിയപ്പോൾ എന്താ പറയുക ദോശയുണ്ട്, നമ്മൾ എന്താ ഇതിൻ്റെ പേര് പഴം കൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു നമ്മൾ പുറത്ത് പോയാലോ ചോദിച്ചപ്പോൾ ഉമ്മാക്ക് പിസ്സ തിന്നാണെന്ന് കുറേ ദിവസമായി ഉമ്മാക്ക് ആഗ്രഹം കേട്ടോ. അപ്പോൾ എന്നാൽ അങ്ങനെയുള്ള ഐറ്റംസ്, അതായത് പിസ്സ ബർഗർ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുറത്ത് പോകാമെന്ന് ലാസ്റ്റ് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് കേട്ടോ. അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്ന വഴിക്ക് പോരാത്തതിനൊരു ബ്ലോക്ക് കിട്ടോ. കാരണം എന്താ വഴിക്കൽ ഈ മാർക്സിസ്റ്റിൻ്റെ ജാഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജാഥേൻ്റെ ഇടയിൽ ഞങ്ങൾ പെട്ട് കുറച്ച് നേരം അവിടെ സ്റ്റക്കായി. അങ്ങനെ വീഴാൻ പോകുന്നവൻ്റെ പിന്നീന്നൊരു എന്ത് എന്നൊക്കെ പറയില്ല, ഒരു ഇതുണ്ടല്ലോ, ആ സംഭവമാണ്. ലേറ്റ് ആയപ്പോൾ ഒന്നും കൂടി ലേറ്റായി. ഈ ജാഥ കഴിയണവരെ പിന്നെ അവിടെ ആകെ ബ്ലോക്കായിരുന്നു. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിന്ന് ഉമ്മ വിളിയോട് വിളിയാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ ഇതാക്കിയിട്ട് ഉമ്മ പറഞ്ഞു എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഉമ്മയും ചീത്ത പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങളിതവിടെ കറക്റ്റ് 6 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടത്. വീട്ടിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ നുജൂമിൻ്റെ ഒപ്പമായിരുന്നു അരീക്കോട്ട് വരികയാണെങ്കിൽ എപ്പോഴും നുജൂമിൻ്റെ ഒപ്പമായിരുന്നു പോരട്ടെ. അപ്പോൾ നുജൂമ് പോരുമ്പോൾ എന്തായാലും രാത്രി ലേറ്റാവും. അപ്പോൾ ഇപ്പോൾ തുത്തു ഡ്രൈവിങ് അത് പിന്നെ അവൾക്ക് ഈ ഒരു എൻ്റെ അരീക്കോട് കൂടെ മഞ്ചേരിക്ക് വരുന്ന ആ ഒരു റൂട്ടൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ ഓള് വരുമ്പോൾ ഞാൻ എന്നെയും പിക്ക് ചെയ്ത് പോരാൻ പറയട്ടോ. ഞാൻ ഡ്രൈവിങ് പഠിച്ചിട്ടില്ല, ആ ഒരു സംഭവം എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അതിനോടുള്ള ധൈര്യം എനിക്കില്ല. തുത്ത് എപ്പോഴും പറയുന്നത് വലിയ പണിയൊന്നുമില്ല താത്താജി പഠിച്ചു നോക്ക് ചെയ്ത് നോക്ക് എന്നൊക്കെ ഓള് പറയട്ടോ, ഒന്ന് പഠിച്ചാൽ നോക്കുന്നൊക്കെ പറയും. പക്ഷേ
എനിക്കെന്താ അറിയില്ല അതിനോടൊരു കമ്പം എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ, എപ്പോഴും ഇല്ല കേട്ടോ. എൻ്റെ മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോളും ആയാലും നീനും ആയാലും കാറും ബൈക്കും ഒക്കെ സ്കൂട്ടീൻ്റെ ഒക്കെ ലൈസൻസ് എടുത്തിട്ടുണ്ട്. മോളുവിന് സ്കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, കല്യാണം കഴിഞ്ഞപ്പോൾ സ്കൂട്ടിയൊക്കെ മോളുവിൻ്റെ ഹസ്ബൻഡ് അടിപൊളി നല്ല ഒരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളറിലുള്ള സ്കൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, അതിൽ കുറച്ച് കാലം ഓടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ അതവിടെ അങ്ങനെ നിർത്തി വെച്ചതാട്ടോ. എപ്പോഴും ഉണ്ട് വീട്ടിൽ, അവിടെ ഉണ്ട്. പക്ഷേ ഐറൂസിനെ വെച്ച് ഇനി അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. ഇനി അവനൊന്ന് 2-3 വയസ്സാവണം അവൾക്കത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, അവനും കൂടി പിടിച്ചിരിക്കാനുള്ള ഒരു സമയമാവണമല്ലോ. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തി, വീട്ടിലെത്തി. വന്ന പാടെ ഇമ്മാനെ കാണുമ്പോൾ പിന്നെ എൻ്റെ മക്കൾക്കായാലും തുത്തുൻ്റെ മക്കൾക്കായാലും പിന്നെ ഒരു കൊഞ്ചലാട്ടോ, വിശക്കണം. ഇവിടുത്തെ പിന്നെ പ്രത്യേക ഒരു വിശപ്പും വരും കേട്ടോ. അങ്ങനെ എന്താ പറയുക, വിശക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ മേശപ്പുറത്ത് കയറി ഇരുന്നിട്ടുണ്ട്. തുത്തു പിന്നെ ആകെ വന്ന ഒരു സന്തോഷത്തിൽ ടി വിയിൽ ഇങ്ങനെ പാട്ട് അവിടെ ഉണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് എല്ലാവരും ഇവിടെ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും കുട്ടികളാവും, എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഉമ്മാരടുത്ത് എത്തുമ്പോഴാണല്ലോ നമ്മൾ മക്കളാവണത് അല്ലേ. അങ്ങനെ അതാ ഞാൻ ഈ ഒരു പകുതി ഊനക്കായ കഴിച്ചിട്ടുണ്ട്. കഴിക്കില്ല, ഞാൻ എന്തായാലും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ അതിൻ്റെ ഒരു മണം, അടുക്കളയിൽ നിന്ന് മണം വരുന്നുണ്ട്. പിന്നെ തുത്തും മക്കളൊക്കെ കഴിക്കണമെന്ന് കണ്ടപ്പം എനിക്ക് ചെറുതായിട്ടൊരു കഴിക്കാൻ അതിൻ്റെ ഒരു ഉന്നക്കായതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ ഉമ്മ നല്ല അടിപൊളി ചൂടോടുകൂടി ദോശയും ചിക്കൻ കറിയും എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തുത്തുന് പിന്നെ ദോശ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്, ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉമ്മ ദോശ മാവ് ഒരുപാട് ഉണ്ടാക്കി വെക്കും, ഫ്രിഡ്ജിൽ വെക്കും, വേണ്ടപ്പോൾ അവൾക്ക് ചുട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന പാടെ ദോശ ചുട്ട് മക്കൾക്കും ഒക്കെ കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഡാൻസ് ഒരുമിച്ച് ഡാൻസ് കളിക്കണം. ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പേ അവർ 3 പ്ലാൻ ചെയ്യുന്നു. 3 പറഞ്ഞാൽ മോളും നീനും തുത്തൂട്ടാ. അപ്പം അതിൻ്റെ പ്രാക്ടീസ് തന്നെ. അപ്പം ഞാനാണെങ്കിൽ തുത്തുന് സർപ്രൈസായിട്ടായിരുന്നു ഈ ഡ്രസ്സ് തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവൾക്കറിയില്ല ഞാനിങ്ങനെ മോളുള്ളതുകൊണ്ട്, ഞാൻ ഐറൂസൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ അവൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കാരണം ടൈം കിട്ടില്ല എന്നാണ് അവൾക്കറിയാമല്ലോ. അതുകൊണ്ട് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ക്ലോത്ത് എന്നോ കാലം വാങ്ങി വെച്ചതാട്ടോ, 1 വർഷം ആവാൻ. ഇന്നലെ ഞങ്ങൾ ഇതിപ്പോൾ എന്ത് വാങ്ങി തന്നതാണെന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് 1 വർഷം ആവാനായി ഞാൻ അവളെനിക്ക് ഈ ക്ലോത്ത് എൻ്റെ വാങ്ങി എൻ്റെ കയ്യിൽ തന്നിട്ടിട്ടോ. ഒരു 5-8 ക്ലോത്ത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കഴിയാറായി, ഇനി 2-3 കൂടി ഉള്ളൂ. അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടു കൊടുക്കും. അങ്ങനെ അത് വാങ്ങി, അത് ആ ഒരു സന്തോഷം കൂടിയായി. അതവൾ വാങ്ങി വെച്ചു. വീണ്ടും അവർ ഡാൻസ് പ്രാക്ടീസായിട്ട്. അപ്പോൾ ഇന്ന് ചെയ്ത് നോക്കിയാൽ നാളെ കളിക്കാൻ പറ്റും. നാളെ അവർക്ക് കളിച്ച് ഇൻസ്റ്റയിലോ പിന്നെ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇമ്മ അവിടെ അത് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസും കാര്യത്തിലൊക്കെയാണ് പിന്നെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അവർ പോണ്ടേ പുറത്തുകൊണ്ട്. ഇനി അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ഷോപ്പുകളും, ഇപ്പോൾ തന്നെ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട് കേട്ടോ. അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ പറയുക, ഫുഡൊക്കെ ഞങ്ങൾ ഇന്ത്യൻ മാളിലേക്കാണ് കേട്ടോ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. എന്താ പറയുക, കോഴിക്കോട് ചെന്നാൽ ഇപ്പോൾ ഹൈലൈറ്റ് മാള്, അതുപോലെ തന്നെ ഗോകുലം മാള്, ഫോക്കസ് മാൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ വന്നാൽ മഞ്ചേരി വന്നാൽ നമുക്ക് ഇന്ത്യൻ മാളാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഫിലിം കാണാനായാലും ഫുഡ് കഴിക്കാനൊക്കെ ആയാലൊക്കെ ഇന്ത്യൻ മാൾക്കാണ് പോവുക. പക്ഷേ അവിടെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ടൊരു ഫുഡ് കോർട്ട്, പിന്നെ അതുപോലെ ഒരു ഫിലിമൊക്കെ കാണാനുള്ള സംഭവം അങ്ങനെ ഇതുള്ളൂ. അത്ര ഇങ്ങോട്ട് വിജനംഭിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളെ ചെറിയ ചെറിയ ആഘോഷങ്ങൾക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് കുറേ ഒരു 8-8:15 കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. മക്കളെയൊക്കെ വീണ്ടും റെഡിയാക്കി വന്നപാട് അവരൊക്കെ ഡ്രസ്സ് അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും അവരെയൊക്കെ വീണ്ടും ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പാനോട് ചോദിച്ചിട്ട് ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് പോരപ്പാ പറഞ്ഞപ്പോൾ വേണ്ട, നിങ്ങൾ കഴിച്ചിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതിയാണ്. ഭയങ്കര മടിയാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പക്ഷേ ഉമ്മാക്ക് അറിയണത്, ഉമ്മാക്ക് ഞങ്ങളെ പോലെ കേട്ടോ, എല്ലായിടത്തേക്ക് പോവുക പുറത്തിറങ്ങുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഉമ്മാനെയും കൊണ്ടുപോയി. പിന്നെ ഉമ്മ കുറേ ദിവസമായി പിസ്സ കഴിക്കണം എന്ന് പറയണം. അപ്പോൾ പിസ്സ വാങ്ങി ഓർഡർ ചെയ്ത് വീട്ടിലെത്തുമ്പോഴേക്ക് തണുത്ത ആ ഒരു പിസ്സയുടെ ടേസ്റ്റ് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിക്കുമ്പോൾ ആ ചൂടോട് കൂടി കഴിക്കാമെന്നൊക്കെ കരുതി പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റും കൂടി ഇല്ല, 5-6 മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പുള്ളൂ കേട്ടോ ഇന്ത്യൻ മാളിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വണ്ടൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ 3ാമത്തെ ഫ്ലോറിലാണെന്ന് തോന്നുന്നു ഈ ഫുഡ് കഴിക്കേണ്ട സ്ഥലം. അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ള കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്ന് അവിടെ ആകെ ഒരു 2-3 സ്ഥലമുള്ളൂ കേട്ടോ. ഒന്ന് ഒരു ചിക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു കുഞ്ഞു ഷോപ്പ്, പിന്നെ
അപ്പുറത്ത് ഒരു ചായക്കുള്ള ഒരു ഷോപ്പുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വേഗം പോയി ചായ ചോദിച്ചു കേട്ടോ. പക്ഷേ ആ ഷോപ്പിൽ ചായ നിർത്തി വെച്ചു. കാരണം ഒരു സമയത്തിനൊക്കെ ഒരു പരിധിയില്ല ചായക്കൊക്കെ. എനിക്ക് പരിധിയില്ലെങ്കിലും ഷോപ്പിലുള്ള ആൾക്കാർക്ക് പരിധി ഉണ്ടാവില്ല. അവർ ചായ ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കിട്ടിയില്ല. പിന്നെ ഞങ്ങളിതാ ഇവിടെ അങ്ങനെ ഇതാ 3-ാം നിലയുള്ള ആ അവിടെ ഉണ്ട് ഫുഡ് കോർട്ട് അങ്ങനെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് നേരെ പോയത്. അവസാനം മക്കളോടൊക്കെ ചോദിച്ചപ്പം ചിക്കൻ ബർഗറിലാണ് അവർ നിർത്തിയത്. പക്ഷേ എനിക്ക് ബർഗർ വേണ്ട, കാരണം ബർഗറിൽ ബന്നും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല. അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പ്രില്ലഡ് എന്താ പറയുക ചിക്കിങ് പോലെയുള്ള സംഭവം വാങ്ങിയിട്ടോ. അതായത് എന്താ ഈ ബന്നൊന്നും കഴിക്കണ്ടല്ലോ, ഈ ബർഗറിലാവുമ്പോൾ മുകളിൽ ബണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല. അപ്പോൾ അത് കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിതാ ഫ്രൈഡ് ചിക്കൻ അങ്ങനെ ഉണ്ടോ ഇതാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ സംഭവം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇത് മാത്രമാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാനത് കഴിച്ചു. പിന്നെ അവരൊക്കെ ഒരു എന്താ പറയുക ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചായ നോക്കിയത് കേട്ടോ. പക്ഷേ നോക്കുമ്പോൾ ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കുടിച്ചു. വേണ്ട, അതൊക്കെ എനിക്ക് പേടിയാവുക, കൂടുതൽ കലോറി ആവില്ല. എന്തായാലും നമ്മളൊരു ഡയറ്റ് തുടങ്ങി. പക്ഷേ അത് കറക്റ്റ് കൊണ്ടുപോയിട്ടില്ലെങ്കിലും പറ്റേ ഒന്നായിട്ട് ഇങ്ങോട്ട് തെറ്റിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അതൊന്നും കഴിച്ചില്ല കേട്ടോ. വെള്ളം മാത്രം കുടിച്ചു. അങ്ങനെ ഞാനിതാ ഈ ചിക്കനും കഴിച്ച് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സൊറ പറഞ്ഞിരുന്നു. നുജുമിനെ വിളിച്ച് ചോദിച്ചിട്ട് അപ്പോൾ എന്താ പറയുക അവിടെ നിന്ന് ഇറങ്ങണുള്ളൂ. പിന്നെ ഓൾറെഡി അവൻ ഇന്ന് എന്തോ ഉച്ചക്ക് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ നല്ല ഉച്ചക്ക് നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി എനിക്കൊന്നും വേണ്ടമ്മ എന്ന് പറഞ്ഞ് അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പാക്ക് ഏതായാലും നമ്മൾ പാർസൽ വാങ്ങുമല്ലോ. അപ്പോൾ നുജുമിനും എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ നുജുമാണ് വേണ്ട, കാരണം ഞാൻ നല്ല വയറ് നിറഞ്ഞിരിക്കുകയാണ്, എനിക്കൊന്നും വേണ്ടെന്ന് നുജും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ അവന് വാങ്ങിയില്ല, ഇപ്പാക്ക് മാത്രം പാർസൽ വാങ്ങി. ഇത് മക്കൾക്കൊക്കെ അവിടെ മക്കളൊക്കെ ആ ഭാഗത്ത് അങ്ങനെ 3 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്, ടേബിൾ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നു. ഞങ്ങളിവിടെ എല്ലാവരും ഇവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഒരു 2 എക്സ്ട്രാ അങ്ങനെ ഈ 2 പിസ്സയും വാങ്ങിയിട്ടുണ്ട്. അത് പിസ്സ വാങ്ങിയതല്ല, 1000 രൂപക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പിസ്സ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ തുത്തു എന്ത് ചെയ്തു, ഇപ്പോൾ ഒക്കെ ഓൾറെഡി ഈ ഒരു നമ്മൾ സാധനം വാങ്ങി ബർഗറൊക്കെ വാങ്ങിയതിന് മാക്സിമം 3000 രൂപയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ 2 ബില്ലാക്കിയിട്ട് സാധനം വാങ്ങിയപ്പോൾ 2 പിസ്സ ഫ്രീ കിട്ടി. എങ്ങനെയുണ്ട് അവളുടെ ഐഡിയ? അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് ഞങ്ങൾ അപ്പോൾ പിസ്സയായി, പിന്നെ ബർഗറുമായി, എനിക്ക് ചിക്കനും കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ടാൻ അപ്പം തന്നെ സ്റ്റോറിയൊക്കെ ഇട്ടു. ഞങ്ങൾ ഇറങ്ങിയിട്ട് അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ എത്തിയപ്പോഴേക്കും നുജൂം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നുജൂമിനോട് ഞങ്ങൾ പാല് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും ഡയറ്റ് ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പാല്, ചോക്ലേറ്റ്സ്, പിന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങാറില്ല കേട്ടോ. പക്ഷേ മക്കളായിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളോ ഇല്ലാഞ്ഞാൽ ഒരു ഇതാണല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ പാല് വാങ്ങാൻ പറഞ്ഞപ്പോൾ അവന് അതൊക്കെ നുജൂം എന്ത് ചെയ്തു, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അവൻ വന്ന് അവനോടും കുറേ സംസാരിച്ചിരുന്നു. അങ്ങനെ സമയമാണ് കഴിഞ്ഞു കേട്ടോ. പാല്, തേൻമിഠായി, കടലക്ക മിഠായി, പിന്നെ എന്താ ഈ ബിസ്ക്കറ്റിന് പറയാ, ആ ബിസ്ക്കറ്റിന്റെ പേരുണ്ടല്ലോ, അത് പാൽച്ചായയിൽ കുത്തി തിന്നുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഓറിയോ ബിസ്ക്കറ്റായി എനിക്കിഷ്ടമല്ല ഈ ബിസ്ക്കറ്റ്, മിൽക്ക് മിസ്റ്റ്. പിന്നെ ഇപ്പാക്ക് നമ്മൾ കൊണ്ടുവന്ന ചിക്കൻ, ഒരു ബർഗർ. പിന്നത്തെ കാര്യം ഇനി പറയണ്ടല്ലോ, ഇതങ്ങടെ മേള അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. മക്കളിലും പേരക്കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും ഇതായി റൂമിലുണ്ട് കേട്ടോ. ഇനി എത്ര മണി വരെ ഇങ്ങനെ ഇരിക്കും? 1 മണി 2 മണി 3 മണിയൊക്കെ ആവും ഈ ഒരു കിടത്തം അവസാനിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ഒരു ഹായ് പറഞ്ഞു.